ഹായ് ഫ്രണ്ട്സ്, ആചാര്യ വിനോദസ്വാമിക്ക് വേണ്ടി ചെയ്യുന്ന ആ സീരിയലിലെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് യേശുക്രിസ്തു ജെറുസലേമിൽ നിന്നും സമരിയ കൂടി ഗലീലിയയ്ക്ക് പോകുന്ന വഴിക്ക് യാക്കോബിൻ്റെ കിണർ എന്നറിയപ്പെടുന്ന ഒരു കിണറിൻ്റെ അരികത്ത് ഇരിക്കുകയാണ്. ശിഷ്യന്മാർ അടുത്തുള്ള സിക്കാർ എന്ന് പറയുന്ന പട്ടണത്തിൽ അവർക്ക് യാത്രാവേളയിൽ കഴിക്കാനുള്ള ഭക്ഷണങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോയിരിക്കുന്ന സമയമായിരുന്നു. യേശുക്രിസ്തു തനിച്ചവിടെ ഇരിക്കുമ്പോൾ ഒരു സമറിയാക്കാരി അവിടെ വെള്ളം കോരാനായിട്ട് വന്നു. യേശുക്രിസ്തു അവളോട് അല്പം വെള്ളം കുടിക്കാൻ തരാമോ എന്ന് ചോദിക്കുകയാണ്. പക്ഷെ സമറിയാക്കാരി പറയുന്നു, ഗുരുവേ, നിങ്ങൾ ഒരു യഹൂദനായ വ്യക്തിയാണ്, ഞാൻ സമറിയാക്കാരായ വ്യക്തിയാണ്, നമ്മൾ തമ്മിൽ അങ്ങനെ കൊടുക്കൽ വാങ്ങൽ ഒന്നുമില്ലല്ലോ. ഒരു സമറിയാക്കാരിയുടെ കയ്യിൽ നിന്ന് യഹൂദർ എന്തെങ്കിലും ഭക്ഷണപാനീയങ്ങൾ വാങ്ങിച്ച് കഴിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാറില്ല. അതുകൊണ്ട് അങ്ങനെന്താണ് ഇങ്ങനെ ചോദിക്കണം. അപ്പോൾ യേശു പറയുകയാണ്, നിന്നോട് ചോദിക്കുന്ന ആരെന്നും എന്ന് നീ അറിഞ്ഞായിരുന്നെങ്കിൽ നീ തീർച്ചയായിട്ടും അവനോട് നീ ചോദിക്കുമായിരുന്നു, ഗുരുവേ, എനിക്ക് വെള്ളം തരുമോ എന്ന് ചോദിക്കുമായിരുന്നു, അപ്പോൾ ഞാൻ നിനക്ക് ജീവൻ്റെ ജലം തരുമെന്ന് യേശു പറയുകയാണ്. അപ്പോൾ സമറിയാക്കാരി ചോദിക്കുന്നു, കയറോ പാളയോ ഒന്നുമില്ല, പിന്നെ എങ്ങനെയാണ് നീ കിണറാണെങ്കിൽ ആഴമുള്ളതും എങ്ങനെയാണ് ജീവൻ്റെ ജലം നീ ശേഖരിക്കുന്നത്? അപ്പോൾ പറയുകയാണ്, നീ ജീവൻ്റെ ജലം എന്ന് പറയുന്നത് അങ്ങനെയല്ല, അത് കിണറും പാളയൊന്നും ആവശ്യമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അവൾ പറയുകയാണ്, എന്നാൽ എനിക്ക് കുറച്ച് വെള്ളം തരിക, ഇനി എനിക്ക് നീ പറഞ്ഞത് ജീവൻ്റെ ജലം കുടിച്ചു കഴിഞ്ഞാൽ വീണ്ടും ദാഹിക്കുകയില്ല എന്നല്ല പറഞ്ഞു, അപ്പോൾ എനിക്കിനിയും വെള്ളം കോരാൻ വരണ്ടല്ലോ എന്നുള്ളൊരു പ്രയാസരൂപ ചോദിക്കുകയാണ്. അപ്പോൾ യേശു പറയുന്നു, നീ വീട്ടിൽ പോയി നിൻ്റെ ഭർത്താവിനെ കൊണ്ടുവരിക, അപ്പോൾ നിനക്ക് ഞാൻ വെള്ളം തരാമെന്നാണ് പറയുന്നത്. അങ്ങനെ അവൾ പറയുന്നു, എനിക്ക് ഭർത്താവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ യേശു പറയുന്നു, ശരിയാണ് നീ പറഞ്ഞത്, നിനക്ക് ഭർത്താവില്ല, ഇപ്പോൾ നിനക്ക് ഭർത്താവില്ലെന്ന് പറയുന്നത് വളരെ ശരിയാണ്. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, അവരെല്ലാം നീ ഉപേക്ഷിച്ച് കളഞ്ഞു. ഇപ്പോൾ ഉള്ളവൻ നിൻ്റെ ഭർത്താവല്ല, അവൻ വെറുതെ നിന്നെ നിയമപരമായി വിവാഹം കഴിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോഴേക്കും അവൾ വളരെ അത്ഭുതപ്പെടുന്നു. ഗുരുവേ, നീ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്? നീ സത്യമായിട്ടും ഒരു പ്രവാചകനാണെന്ന് പറയുകയാണ്. യേശുക്രിസ്തുവോട് പറയുകയാണ്, ഇനി നിൻ്റെ പാപമംഗലമായ ജീവിതമെല്ലാം ഉപേക്ഷിച്ചിട്ട് നീ നല്ല രീതിയിൽ ജീവിക്കണമെന്ന് പറയുമ്പോൾ അവൾ മനസ്സറിച്ച ബാക്കിയുള്ളവരുടെയൊക്കെ പറയുകയാണ്, ഒരു പ്രവാചകനെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആ പഴയ ജീവിതമെല്ലാം ഉപയോഗിച്ച് പുതിയ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും.